ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലിസാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെറിയൊരു വാർത്ത കേട്ടായിരുന്നല്ലോ 2-3 ദിവസം മുന്നേ. ഡേറ്റ് ചെയ്ത് യൂട്യൂബ് നോക്കി ഡേറ്റ് ചെയ്തിട്ട് കണ്ണൂരിലൊരു പെൺകുട്ടി 18 വയസ്സായ ഒരു പെൺകുട്ടി മരിച്ചതായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓൺലൈനായിട്ട് ഡേറ്റ് നോക്കുന്നവരും എക്സസൈസ് ചെയ്യുന്നവരൊക്കെ കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും ഈ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വാർത്തയിൽ വന്നത് അനോക്സിയാൻ നെർവോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നം, ഒരു മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണത്. വണ്ണം കൂടുമോ എന്നുള്ള ഭയത്താൽ നമ്മൾ ഭക്ഷണം കമ്മിയാക്കുകയും രോഗം പിടിപെടുകയും ചെയ്യുന്നു. ഇനി കണ്ണൂരിൽ 18-കാരിയുടെ മരണം അപൂർവ രോഗാവസ്ഥയിൽ. ശ്രീനന്ദയാണ് തലശ്ശേരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. വണ്ണം കൂടുമെന്ന ചിന്തയിൽ ശ്രീനന്ദ ഭക്ഷണം കഴിക്കാതിരിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്തിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഓൺലൈനിലൂടെ ചില ഡയറ്റ് പ്ലാനുകൾ കുട്ടി പിന്തുടർന്നിരുന്നെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇത് മറ്റ് പല സംഭവങ്ങളും കേട്ടിട്ടുള്ളതുപോലെ അശാസ്ത്രീയമായ ഒരു ഭക്ഷണ ക്രമീകരണത്തിന്റെ മാത്രം വിഷയമല്ല. വണ്ണം വെക്കുമോ എന്ന ആദ്യം ഉണ്ടാകുന്നതും ഒരു പ്രത്യേക മാനസികാവസ്ഥ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അനോക്സിയ നെർവോസ എന്ന മാനസിക പ്രശ്നമാണിതെന്നും അശാസ്ത്രീയ ഡയറ്റ് ഉൾപ്പെടെ ഇതിന്റെ ലക്ഷണങ്ങളാണെന്നുമാണ് വിദഗ്ധർ. ഓക്കെ, അപ്പൊ നിങ്ങൾ വാർത്ത ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നല്ലോ, എല്ലാവരും കണ്ടുകൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ കൊച്ചിന് ആകെ 18 വയസ്സായിട്ടുള്ളൂ. വീട്ടിൽ ആയിരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കാതെ വീട്ടുകാർ കൊടുക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ ഇരിക്കുമായിരുന്നു അത്ര. അത് കഴിഞ്ഞതിന് ശേഷം കൊച്ചിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടപ്പോഴാണ് വീട്ടുകാർ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചത്. സോ എന്തേ പിന്നെ അങ്ങോട്ട് ചെന്നേ, ഗുഡ് ഗേൾ. ഓക്കെ, അപ്പോ നമ്മള് ജസ്റ്റ് ആ വാർത്ത ഒന്നും കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അതല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് യൂട്യൂബ് നോക്കി ചിലവർ ഡയറ്റ് ചെയ്യും, തടി കമ്മിയാക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഐ മീൻ യൂട്യൂബിൽ തന്നെ ഒരുപാട് ചാനൽസ് ഉണ്ട്. 7 ദിവസം ഫുഡ് കഴിക്കാതിരുന്ന വണ്ണം കുറയണത്, 7 ദിവസം ഫ്രൂട്ട്സ് മാത്രം തിന്നും കൊണ്ട് വണ്ണം കുറയ്ക്കണത്, അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട്. എന്തോ അമ്മി എവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ചില പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ചാടിയ ആളാണ് ഞാൻ. ഇപ്പോഴത്തെ ആൾക്കാർ മുന്നൊക്കെ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഫുഡ് കിട്ടാത്തതിനായിരുന്നു പ്രശ്നങ്ങൾ. ഫുഡ് കിട്ടാത്ത ഒരു ഇതിലായിരുന്നു പണ്ടത്തെ കാലങ്ങളിൽ. ഫുഡിന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നവരാണ്. ഇപ്പോ ഭക്ഷണം വേണ്ട. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, തടി നല്ല ഉള്ളവരാണെങ്കിലോ എങ്ങനെയായിരുന്നു ഈ ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് മൂലമാണ് മിക്കവരും ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, അവർക്ക് അപ്പോഴാണ് മനസ്സിന് അവര് ഡയറ്റ് ചെയ്യണമെന്നും എക്സസൈസ് ചെയ്യണമെന്നും ഒക്കെ തോന്നണത്. ഈ ബോഡി ഷെയിം ചെയ്യും, അങ്ങനെ ചില കൂട്ടങ്ങളുണ്ട്. സോ അവരുടെ വായ നമുക്ക് അടപ്പിക്കാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. സോ ഒരിക്കലും തടി കമ്മിയാക്കണ്ടെന്നോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യരുതെന്നോ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ കണ്ട് ചെയ്യുമ്പോൾ, യൂട്യൂബിൽ നമ്മൾ ഓരോ ഡയറ്റ് പ്ലാൻ കണ്ട് അത് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. മനസ്സിലാവും. നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ ബോഡി ചെക്കപ്പ് ചെയ്തതിന് ശേഷം നല്ലൊരു ഡോക്ടർ, നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ടതിന് ശേഷം അവിടെ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ ഡോക്ടർ തരുന്ന മൂലം ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഓരോ ആക്ടേഴ്സ്, ഓരോ നടിമാരൊക്കെ ഇല്ലേ, അവരൊക്കെ നല്ല അടിപൊളിയുള്ള ശരീരം എപ്പോഴും ഡയറ്റ് ഒക്കെ ചെയ്ത് ഹീറോയിൻസ്, അവരുടെയൊക്കെ ഡയറ്റ് പ്ലാൻ പറഞ്ഞാൽ അവരുടെ ഡോക്ടർ, അവർക്കായിട്ട് ഡോക്ടർ ഉണ്ടാവും. അവര് പറഞ്ഞു കൊടുക്കുന്ന മൂലമായിരിക്കും അവര് ചെയ്യുന്നത്, അല്ലെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നത്. സോ നമ്മൾ ഓരോ യൂട്യൂബിൽ ഓരോ വീഡിയോ കണ്ടിട്ട് പോയിട്ട് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം അത് പെട്ടെന്ന് ചിലപ്പോൾ റിയാക്ട് ചെയ്യും. ചിലപ്പോൾ മെല്ലെ മെല്ലെ അത് റിയാക്ട് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? അപ്പൊ അതൊന്നും തിന്നാതിരുന്ന എങ്ങനെ ഇരിക്കും? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ചെടിക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നതാണ്. പെട്ടെന്ന് നമ്മൾ ഒരു 2 ആഴ്ച വെള്ളം ഒഴിക്കാതിരുന്ന എങ്ങനെ ഇരിക്കും ആ ചെടി? പാടി കരിഞ്ഞു പോകും. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ യൂട്യൂബിൽ പല പല ചാനലുകളിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും, ഇങ്ങനെ തടി കമ്മിയാക്കാം, ഇങ്ങനെ തടി കമ്മിയാക്കാം. അതൊന്നും നോക്കാൻ നിൽക്കണ്ട. എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. പക്ഷെ ഡയറ്റ് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത്രേ പറയാനുള്ളൂ. ഓക്കെ, ഒരുപാട് ചാനലുകളുണ്ട് യൂട്യൂബിൽ തന്നെ. ചിലപ്പോൾ അവരൊക്കെ ഒന്നും അറിയണ്ടാവില്ല, വെറുതെ ഇരുന്നിട്ട് പറയുക നമ്മൾ അങ്ങനെ ചെയ്ത തടിയമ്മയാവും, ഇങ്ങനെ ചെയ്ത തടിയമ്മയാവും, ഒരാഴ്ച ഫുഡ് കഴിക്കായിരുന്ന തടിയമ്മയാവും. ഞാനിങ്ങനെ അറിവില്ലാത്ത സമയത്തില് കുറെ തടി ഉണ്ടായിരുന്നു. ഒരു
65 ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ ടൈമിലാണ് തോന്നുന്നു. ലോക്ക്ഡൗൺ ടൈമിൽ നല്ല വണ്ണം ഉണ്ടായിരുന്നു. സോ എനിക്ക് വണ്ണം കുറയ്ക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോ വീഡിയോസ് കണ്ടിട്ട് അവർ പറയുന്ന പോലെ ഡയറ്റ് പ്ലാൻ ചിലപ്പോൾ ഞാൻ ഒന്നും കഴിക്കാതൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ. രാവിലെയൊക്കെ ക്യാരറ്റ് മാത്രം തിന്നുക, വെള്ളം കുടിക്കുക, തടി വീടുന്നുള്ള പേടി, അങ്ങനത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ട്. നമ്മൾ തടി കൂടുന്ന ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു പണ്ട്, മാരേജിനൊക്കെ മുന്നേ. അങ്ങനെ ഞാൻ തടി കമ്മിയാക്കി, നല്ല തടി കമ്മിയാക്കിയായിരുന്നു കേട്ടോ. ഒരു 49 അത്രയ്ക്കൊക്കെ എത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ക്ഷീണം വരാൻ തുടങ്ങി. ഭയങ്കര ക്ഷീണം വരാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. നല്ല ക്ഷീണം പറഞ്ഞാൽ ശരീരത്തിന് അങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇത് ശരിയാവും തോന്നുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിലെല്ലാവരും വഴക്ക് പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് എന്റെ ഹസ്ബൻഡ് അന്നൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. സോ അവരിങ്ങനെ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, പിന്നെ നാട്ടുകാർക്ക് കുഴപ്പമുണ്ടെങ്കിൽ നീ അത് നോക്കേണ്ട ആവശ്യമില്ല. സോ നീ തടി ഉണ്ടെങ്കിൽ എന്താ, തടി ഇല്ലെങ്കിലാണ്, അങ്ങനെ ഒരു ഇത് പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ മനസ്സിനെ ഇങ്ങനെ പാകപ്പെടുത്തി ആ ഒരു വണ്ണം ഒരു 50-52, എന്റെ ഹൈറ്റിന് ഒരു 55 വരയ്ക്കും പോവാം. അപ്പൊ 55യുടെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്തു ഞാൻ കേട്ടോ എന്റെ വണ്ണം. അത് പിന്നെ ഫുഡ് കഴിക്കാതിരുന്നിട്ടൊന്നുമല്ല, ഞാൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കും, പക്ഷെ മിതമായ രീതിയിൽ മാത്രം. അതായത് നമ്മളെല്ലാ ഫുഡും കഴിക്കും, പക്ഷെ അത് ആവശ്യത്തിന് മാത്രം, അനാവശ്യമായിട്ട് ഞാൻ ഫുഡ് കഴിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു കഥ ഉണ്ടായത്. ഈ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടാട്ടോ ഇങ്ങനത്തെ സംഭവിച്ചത്. ഒരു 7 ദിവസം നിങ്ങൾ ഇത് ചെയ്താൽ മതി. 7 ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തടി കമ്മിയാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആരാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാൻ തോന്നുന്നു. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ ആദ്യം സ്നേഹിക്കും, അത്രേ പറയാനുള്ളത്. അപ്പൊ ഇന്ന് ഇത്രയായി വീഡിയോയിൽ പറയാൻ പറ്റുള്ളൂ. ചെറിയൊരു റിയാക്ഷൻ ചെയ്യാന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ഒരുപാട് യൂട്യൂബിൽ ഇതേപോലത്തെ ചാനലുകൾ ഉണ്ട്. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും, അതേപോലെ നിങ്ങൾക്ക് ഈ ചാനലുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ഓൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്തിടാനും നിങ്ങൾ നോക്കരുത്. അപ്പൊ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ബൈ.